നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ PG ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറാണ്. ഇത് PGയുടെ കോമൺ പേപ്പറാണ്. ഈ പേപ്പറിലെ ആദ്യ ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പറയുന്നത് ഒരു ഗവേഷണം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ആ ഗവേഷണം എങ്ങനെ ചെയ്യാം, ഒരു ഗവേഷണം ഒരു തീസിസ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡെസേർട്ടേഷൻ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിന്റെ വേരിയസ് സ്റ്റെപ്സും അതിന്റെ പല തരത്തിലുള്ള പ്രൊസീജിയേഴ്സും ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ആദ്യ ബ്ലോക്കിൽ നമ്മൾ എന്താണ് റിസർച്ച്, അതിന്റെ ഘട്ടങ്ങളുടെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള വശങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് റിസർച്ച് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ റിസർച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്, ബ്ലോക്ക് 2-ലെ ഒന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ ബ്ലോക്ക് 2-ന്റെ പേര് റൈറ്റിംഗ് ഫോർമാറ്റ് എന്നാണ്. കൃത്യമായിട്ട് നമ്മൾ റൈറ്റിംഗിന്റെ ഒരു ഫോർമാറ്റ് ഏത് തരത്തിലാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് എന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിലെ ആദ്യ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് സിനോപ്സിസ്, എക്സിക്യൂട്ടീവ് സമ്മറി എന്നീ 2 ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സിനോപ്സിസ് ആൻഡ് എക്സിക്യൂട്ടീവ് സമ്മറി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സമ്മറൈസ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഒരു ആർട്ടാണ്. നമുക്ക് ഒരു റിസർച്ചിനെ അല്ലെങ്കിൽ ഒരു വലിയ എസ്സേയെ സമ്മറൈസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ എബിലിറ്റി ആവശ്യമുള്ള ഒരു വർക്ക് തന്നെയാണ്. കാരണം അതിന്റെ രത്ന ചുരുക്കമാണ് വേണ്ടത്. ആ ഒരു കണ്ടന്റ് ചോർന്നു പോവാതെ, എന്നാൽ അത് വളരെ വൈഡായി പോവാനും പാടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു വലിയ ഒരുപാട് പേജസ് ഉള്ള ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഇതിന്റെ കണ്ടന്റ് നമുക്ക് ഏതാനും വാക്കുകളിൽ അല്ലെങ്കിൽ ഏതാനും സെന്റൻസിൽ ഒതുങ്ങുന്ന ഒരു സമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയുക എന്നുള്ളത് വളരെ എഫിഷ്യൻസി ആവശ്യമുള്ള ഒരു ടാസ്ക് ആണ്. ശരി, അപ്പോൾ നമുക്ക് സിനോപ്സിസ്, ഒരു റിസർച്ച് സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് സമ്മറി ദാറ്റ് ഹൈലൈറ്റ്സ് ദ കീ എലമെന്റ്സ് ഓഫ് എ റിസർച്ച് പ്രോജക്റ്റ്. ഒരു റിസർച്ച് പ്രോജക്റ്റിന്റെ ഹൈലൈറ്റ്സ്, കീ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു നറേഷനെയാണ് നമുക്ക് അതിന്റെ സിനോപ്സിസ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ റൈറ്റിംഗ് സിനോപ്സിസ് എന്ന് നോക്കാം. സിനോപ്സിസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ആ റിസർച്ചിന്റെ ഇപ്പോ ഒരു ടൈറ്റിൽ പേജ് ഉണ്ടാകും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, അതിന്റെ കണ്ടന്റ് പേജ് ഉണ്ടായിരിക്കും, അല്ലെ, ഹൈപ്പോത്തീസിസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ അതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ഒരു സിനോപ്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ടൈറ്റിൽ പേജ് തന്നെയാണ് അതിന്റെ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്, ടൈറ്റിൽ പേജ്. അപ്പോൾ ഈ ടൈറ്റിൽ പേജിനൊക്കെ കൃത്യമായിട്ട് ഒരു റിസർച്ചിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ റിസർച്ചിന്റെ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് നമ്മൾ ഇത്തരം അതിന്റെ കൃത്യമായ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അപ്പൊ നമുക്ക് ടൈറ്റിൽ പേജിൽ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ ഓഫ് ദ സിനോപ്സിസ്, അതായത് ഈ ഒരു റിസർച്ചിന്റെ ടൈറ്റിൽ എന്താണോ അത് കൊടുക്കുക. അപ്പോൾ അത് 18 ഫോണ്ട് സൈസിൽ, 18 ഫോണ്ട് സൈസിൽ ബോൾഡ് ആയിട്ടുള്ള അക്ഷരങ്ങളിൽ, റോമൻ, അതിന്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് റോമൻ ആയിരിക്കണം. റോമൻ ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള 18 ഫോണ്ട് സൈസ് വരുന്നതായിരിക്കണം അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ടൈറ്റില് എഴുതുന്നു, അതായത് നമ്മൾ ഈ റിസർച്ചിന്റെ ടൈറ്റില് 18 ഫോണ്ട് സൈസിൽ എഴുതി വലുതായിട്ട് ബോൾഡ് ആയിട്ട് എഴുതുന്നു. അതിന് തൊട്ടു താഴെ ബൈ എന്ന് വെച്ചാൽ ഇത് ആരാണ് പ്രിപ്പയർ ചെയ്തത്, അതായത് ആ കാൻഡിഡേറ്റിന്റെ പേരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാൻഡിഡേറ്റിന്റെ ഫുൾ ആയിട്ടുള്ള നെയിം, ഒഫീഷ്യലി ഒരു റെക്കോർഡിക്കൽ നെയിം എന്താണോ കാൻഡിഡേറ്റിന്റെ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. പിന്നീട് ഈ കാൻഡിഡേറ്റിന് ഒരു യൂണിവേഴ്സിറ്റി ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ രജിസ്റ്റർ നമ്പർ കാൻഡിഡേറ്റിന്റെ നെയിമിന്റെ തൊട്ടു താഴെ അതും രേഖപ്പെടുത്തുക. ദെൻ അതിനുശേഷം അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ്, നമുക്കൊരു ഗൈഡ് ഉണ്ടാവുമല്ലോ, ഈ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഗൈഡിന്റെ ഹെൽപ്പിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് നെയിം ഓഫ് സൂപ്പർവൈസർ ആണ് അവിടെ എഴുതേണ്ടത്. നമ്മുടെ സൂപ്പർവിഷൻ നടത്തുന്ന നമ്മുടെ സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ ഗൈഡിന്റെ പേര് വിത്ത് ഡെസിഗ്നേഷൻ, അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ഉൾപ്പെടെ ആണ് അവിടെ എഴുതേണ്ടത്. അതിന് താഴെ ഈ ഡെസിഗ്നേഷൻ ഒക്കെ എഴുതിയതിന് താഴെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ലോഗോ വേണം.
നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ബാനറിലാണോ റിസർച്ച് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ അവിടെ പതിപ്പിക്കണം. അതിനു താഴെ ഇടതു ഭാഗത്ത് തന്നെയായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മളൊരു എംഎഡ് തലത്തില് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടൊരു എന്താണ് റിസർച്ച് ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നതെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ സ്കൂൾ ഓഫ് ഏത് സ്കൂള്, ഇപ്പൊ ഹിസ്റ്റോറിയോഗ്രാഫി, സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡിപ്പാർട്ട്മെന്റും സ്കൂളും ഏതാണെന്ന് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അതിന് ഏറ്റവും താഴെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പേര് അവിടെ മെൻഷൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ടൈറ്റിൽ പേജിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടൈറ്റിൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കണ്ടന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടന്റ് പേജ് നമുക്കറിയാവുന്നതുപോലെ എന്തൊക്കെയാണ് ഈ ഒരു റിസർച്ചിന്റെ ഉള്ളടക്കം നമുക്കറിയാം. നമ്മൾ ഇൻഡെക്സ് പേജുകളൊക്കെ റൈറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു കാര്യമാണ് ഇൻഡെക്സ് പേജ് ആണ് ഈ കണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇൻഡെക്സ് പേജില് നമുക്ക് ഇതിലൊരു ടേബിൾ കണ്ടന്റ് ആയിട്ടാണ് കൃത്യമായ ടാബുലേഷൻ നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഇൻഡെക്സ് കണ്ടന്റ് എഴുതുന്നത്. അപ്പോൾ അതിലെ ആ ഒരു ടാബുലേഷനിൽ നമുക്ക് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബുക്കിന്റെ സീരിയൽ നമ്പർ എഴുതുന്നു, പിന്നെ അതിനുശേഷം അതിന്റെ കണ്ടന്റ് ഭാഗം എഴുതുന്നു, ലാസ്റ്റ് പേജ് നമ്പർ എഴുതുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതില് ടേബിൾ കണ്ടന്റ് എന്ന ഹെഡിങ് നൽകുക. അതിനുശേഷം ചാപ്റ്റർ വൈസ് ആയിട്ട് ആണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ചാപ്റ്റർ 1 എന്ന് എഴുതുന്നു. അതിന് താഴെ ചാപ്റ്റർ 1 എന്തായിരിക്കും? ഇൻട്രൊഡക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഇവിടെ അതിന്റെ ഒരു ടാബുലേഷൻ മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ അത് ഏത് പേജിലാണെന്നുള്ളത് അതിന്റെ വലതുഭാഗത്ത് നമ്മൾ എഴുതി ചേർക്കണം. ഇന്ന പേജിലാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഇനി രണ്ടാമത്തേത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റഡി ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ ഒരു മെയിൻ കണ്ടന്റ് ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന മെയിൻ കണ്ടന്റ് അതിന് 1 ആണല്ലോ. അപ്പൊ അതിൽ താഴെ 1 1 of 1 എന്താണ് വരുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി ആണ് 1 of 1 വരുന്നത്. ദെൻ 1 of 2 റിസർച്ച് ഗ്യാപ്പ്, 1 of 3 റിസർച്ച് പ്രോബ്ലം, 1 of 4 റിസർച്ച് ക്വസ്റ്റ്യൻ, 1 of 5 റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, 1 of 6 സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരെ താഴെയായിട്ട് എഴുതുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും നേരെ ഇത് ഏത് പേജ് നമ്പറിലാണ് എന്നുള്ളത് കൂടി നമ്മൾ എഴുതണം. ഇനി 1 of 6 നമ്മൾ അതിന് 2 ഉപഭാഗങ്ങൾ കൂടിയുണ്ട്. സബായിട്ടുള്ള 2 ടൈറ്റിൽസ് കൂടി അതിന് വരുന്നുണ്ട്. അപ്പൊ 1 of 6 1 എന്ന് എഴുതുക. 1 6 1 അതായത് അതിന്റെ ഉപഭാഗമാണ്. അപ്പൊ 1 6 1 തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ, 1 6 2 അപ്ലൈഡ് കോൺട്രിബ്യൂഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമ്മൾ കൃത്യമായിട്ട് 1 ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷന്റെ ഉപഭാഗങ്ങളാണ് നമ്മൾ ഈ എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 1 1 2 1 3 1 4 1 5 1 6 ഇങ്ങനെ എഴുതി. ഈ 1 6 വീണ്ടും ഉപഭാഗങ്ങൾ 2 ഉണ്ട്, എയും ബിയും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 6 1 1 6 2 എന്നിങ്ങനെ എഴുതുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ അടുത്തത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ 2 ആണ് വരുന്നത്. എന്ന് വെച്ചാല് 1 ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സോ 2 ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ഇനി ലിറ്ററേച്ചർ റിവ്യൂവിൽ വരുന്ന ഡ്യൂപ്ലിക്കന്റ് വേരിയബിൾസ്, അതുപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ഡിപെൻഡന്റ് വേരിയബിൾസ്, മീഡിയേറ്റർ, മോഡറേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും 2 1 2 3 2 4 2 8 2 10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പോകുന്ന ഒരു രീതി. ദെൻ മൂന്നാമത്തേത് റിസർച്ച് ഹൈപ്പോത്തിസിസ് ആണ്. ഈ പറയുന്നതില് ഓരോ റിസർച്ചിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റിന് വ്യത്യാസം വരും. ഇതിന്റെ ബേസിക്സിൽ മാറ്റമില്ല. ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തേത് വരുന്നത് അതിന്റെ ഒരു ഹൈപ്പോത്തിസിസ് ആയിരിക്കും. ഇനി മെത്തഡോളജി ആയിരിക്കും. ഇങ്ങനെയുള്ള ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ടാബുലേഷൻ ആണ് തൊട്ടടുത്ത് വരുന്നത്. അപ്പോൾ അതിന്റെ എല്ലാം നമ്പർ, പേജ് നമ്പർ നമ്മൾ വലതു ഭാഗത്തായിട്ട്
കൊടുത്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അതായത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതിന്റെ നമ്മൾ ആദ്യത്തെ പേജ് പറഞ്ഞു, ടൈറ്റിൽ കഴിഞ്ഞു. പിന്നെ ആ ടൈറ്റിൽ പേജ് നമ്മൾ മറിച്ചു. അത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? അതിന്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ കണ്ടന്റ് പേജ് ആണ് വരുന്നത്. ഈ കണ്ടന്റ് പേജിൽ നമുക്ക് ഇന്ന പേജിൽ ഇന്ന കാര്യം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു സൂചന ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു റിസർച്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് ക്ലിയർ ആവും. ഓക്കെ, സോ ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ആദ്യം വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി ആണ്. നമ്മൾ ഈ ഒരു പഠനം സംഘടിപ്പിക്കുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റിസർച്ചിന് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്, നിങ്ങളുടെ ഈ റിസർച്ച് നടത്താൻ ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു പ്രോബ്ലം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നു, അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ അറൈസ് ചെയ്യുന്നു. സോ യു വാണ്ട് ടു ക്വെഞ്ച് യുവർ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഇതിലൊരു റിസർച്ച് നടത്താനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഈ റിസർച്ചിന്റെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു 1 പേജ് ഒക്കെ വരുന്നതാണ് നമ്മുടെ ഈ ഇൻട്രൊഡക്ഷന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. അത് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ആണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പഠനം സംഘടിപ്പിച്ചു. ദെൻ അടുത്തത് വരുന്നത് റിസർച്ച് ഗ്യാപ്പ് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. ഈ റിസർച്ച് ഗ്യാപ്പ് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഒന്നുകൂടി പറയാം. നമ്മൾ റിസർച്ച് ചെയ്യുന്നത് നിലവിൽ റിസർച്ച് നടന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ റിസർച്ചിൽ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു ടോപ്പിക്കില് കാര്യങ്ങൾ അവൈലബിൾ അല്ലാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചേ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ നിരവധി ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുള്ള ഒരു മേഖലയിൽ നമ്മൾ വീണ്ടും പോയി റിസർച്ച് നടത്തേണ്ടതില്ല. അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ പുതിയ റിസർച്ചിൽ വീണ്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഇതുവരെ ഉള്ള റിസർച്ചിലൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത സംതിങ് ന്യൂ അതിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ ആ റിസർച്ചിനൊരു പ്രാധാന്യമുള്ളൂ, റെലവൻസ് ഉള്ളൂ. അതർവൈസ് ആ റിസർച്ച് ഒരു ടൈം വേസ്റ്റിങ്ങും അതുപോലെ നിങ്ങളുടെ എഫേർട്ടിന്റെ വേസ്റ്റിങ്ങും അതുപോലെ മണി വേസ്റ്റേജും ഒക്കെയാണ് അവിടെ വരുന്നത്. സോ ഇതാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്യുന്ന റിസർച്ചിന്റെ റിസർച്ച് ഗ്യാപ്പ് എന്താണെന്ന് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ എടുത്തിരുന്ന ഒരു ടോപ്പിക് നിങ്ങളുടെ സ്കൂളില് അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള കുട്ടികൾക്കിടയിൽ ലഹരി ഉപഭോഗം, തൊട്ടടുത്ത സ്കൂളിലെ നിങ്ങളുടെ നാട്ടിലെ സ്കൂളിലെ കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപഭോഗം വർദ്ധിക്കുന്നു എന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രോബ്ലം റൈസ് ചെയ്തു. അതിനെ തുടർന്നാണ് നിങ്ങൾ ആ റിസർച്ച് സംഘടിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ അതിന്റെ റിസർച്ച് ഗ്യാപ്പ് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. അതായത് ഈ മേഖലയിൽ ഒരു പഠനം നടന്നിട്ടില്ല, ഞങ്ങളുടെ മേഖല റൂറൽ മേഖല ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഈ ലഹരി ഉപഭോഗം ഇതുവരെ ഒരു വലിയ പ്രതിസന്ധി ഇതുവരെ രൂക്ഷമായി വന്നിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻ നാട്ടിൽ അറൈസ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഒരു കാര്യം, ഈ മേഖലയിൽ മുൻപ് ഒരു പഠനം നടന്നിട്ടില്ല എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പല രീതിയിലുള്ള റിസർച്ചുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു അപ്ലൈഡ് റിസർച്ചിന്റെ ടോപ്പിക്കാണ്. ഇനി നിങ്ങളൊരു ലിറ്ററേച്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റിലാണ് നിങ്ങൾ റിവ്യൂ റിസർച്ച് സംഘടിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ ലിറ്ററേച്ചർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ മേഖലയിൽ വേറെ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടില്ലാത്തതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ഗ്യാപ്പ് ആയിരിക്കും. വാട്ട് ഈസ് ഡിസഗ്രിമെന്റ് ഗ്യാപ്പ് എന്ന് വെച്ചാൽ നിലവില് ഈ മേഖലയിൽ റിസർച്ച് നടന്നിട്ടുണ്ട്, അതിന്റെ നമുക്ക് അവൈലബിളുമാണ്. പക്ഷേ ആ റിസർച്ചിന്റെ റിസൾട്ടിനോട് അല്ലെങ്കിൽ ആ റിസർച്ചിനോട് അവരുടെ ഫൈൻഡിങ്സിനോട് നമുക്ക് ഡിസഗ്രിമെന്റ് ഉണ്ട്, നമ്മൾ അത് അംഗീകരിക്കുന്നില്ല, അത് ശരിയല്ല, അതല്ല ശരി. അപ്പോ നമുക്ക് പിന്നെ എന്താണ് ശരി, അല്ലെങ്കിൽ നമുക്ക് ആ നമ്മളുടെ ഡിസഗ്രിമെന്റ് നമുക്ക് അവിടെ സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിലവിൽ വന്ന ആ ഒരു റിസർച്ചിന്റെ പോരായ്മകളോ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പുതിയ റിസർച്ച് സംഘടിപ്പിക്കും. അപ്പൊ അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ അതാണ് ഡിസഗ്രിമെന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ റിസർച്ച് ഗ്യാപ്പ് ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്
എന്താണ്, അത് എത്ര തരമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ മേഖലയിൽ പഠനം നടന്നിട്ടില്ലാത്തതോ അല്ലെങ്കിൽ ഇനിയും ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഗ്യാപ്പ്, ഒരു വെഡ്ജ് അവിടെയുണ്ട്. അതാണ് നമ്മൾ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ക്ലാസിക് ലിറ്ററേച്ചർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ റിസർച്ച് നടന്നിട്ടില്ല. രണ്ടാമത്തേത് ഡിസഗ്രിമെന്റ് ഗ്യാപ്പ് ആണ്. ഡിസഗ്രിമെന്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിലുള്ള പഠനത്തോട് ഡിസഗ്രി ചെയ്യുന്നു. സോ വി വാണ്ട് ടു പ്രൂവ് അവർ ഓൺ ഫൈൻഡിങ്സ്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ കോണ്ടെക്സ്ച്വൽ ഗ്യാപ്പ് ആണ്. കോണ്ടെക്സ്ച്വൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റേൺ സ്റ്റഡീസും ഈസ്റ്റേൺ സ്റ്റഡീസും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ നടന്ന ഒരു പഠനം ആ മേഖലയിൽ ഉണ്ടായിരിക്കും, പക്ഷെ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ പഠനം നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വീണ്ടും ആ പഠനം നടത്തുന്നു. അപ്പൊ അതാണ് കോണ്ടെക്സ്ച്വൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദെൻ മെത്തഡോളജിക്കൽ ഗ്യാപ്പ് ആണ്. മെത്തഡോളജിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പഴയകാല മെത്തേഡ് അല്ലെങ്കിൽ ടൂൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു റിസർച്ച് ആണ്. സോ വി വാണ്ട് ടു നമുക്ക് വീണ്ടും അതിലൊരു പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു റിസർച്ച് സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അതാണ് മെത്തഡോളജിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റിസർച്ച് ഗ്യാപ്പ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്തെല്ലാം വരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രൊഡക്ഷനിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റഡി വരുന്നു. ദെൻ റിസർച്ച് ഗ്യാപ്പ്, നമ്മുടെ റിസർച്ച് സംഘടിപ്പിക്കും ആ മേഖലയിൽ എവിടെയാണ് നമുക്കതൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തത് അത് ഫില്ല് ചെയ്യാനാണ് നമ്മൾ റിസർച്ച് സംഘടിപ്പിക്കുന്നത്. അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. ദെൻ റിസർച്ച് പ്രോബ്ലം, നമ്മളുടെ റിസർച്ച് ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ റിസർച്ച് പ്രോബ്ലം നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യണം. ദെൻ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ഈ റിസർച്ച് സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യണം. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി, ഈ പഠനത്തിന്റെ റെലവൻസ് എന്താണ്, പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യണം. അതിന് തിയററ്റിക്കൽ കോൺട്രിബ്യൂഷനും അപ്ലൈഡ് കോൺട്രിബ്യൂഷനും ഉണ്ടായിരിക്കും. തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഈ പഠനത്തിന്റെ ഒരു റെലവൻസിന്റെ ഒരു തിയററ്റിക്കൽ ബേസ് ആണ്. എന്നാൽ അപ്ലൈഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിസർച്ച് ഒരു അപ്ലൈഡ് റിസർച്ച് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ റെലവൻസ്, ഇതാണ് തിയററ്റിക്കൽ ആൻഡ് അപ്ലൈഡ് കോൺട്രിബ്യൂഷൻസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ സിനോപ്സിസിൽ അടുത്തത് വരുന്നത് റിസർച്ച് ഹൈപ്പോത്തിസിസ് ആണ്. റിസർച്ച് ഹൈപ്പോത്തിസിസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്നതാവാം, ഈ ഒരു റിസർച്ചിന്റെ റിസൾട്ട് ഇന്നതാവാം എന്നൊരു ഊഹമുണ്ടായിരിക്കും, ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കും. ആ ഹൈപ്പോത്തിസിസ് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ഊഹത്തിൽ എത്തിയത് എന്നത് കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. അതിനെ ഹൈപ്പോത്തിസിസ് 1, ഹൈപ്പോത്തിസിസ് 2, ഹൈപ്പോത്തിസിസ് 3 എന്നത് H1, H2, H3 എന്നൊക്കെ കൂടുതൽ ഹൈപ്പോത്തിസിസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വേരിയബിളിനെയും അനുസരിച്ചിട്ടാണ് അത് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. അത് 2 തരം വേരിയബിൾ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോൾ ഓരോ വേരിയബിളിന്റെയും പ്രാധാന്യമൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ റിസർച്ച് മെത്തഡോളജിയാണ്, ഒരു സിനോപ്സിസിലെ റിസർച്ച് മെത്തഡോളജിയാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റിസർച്ച് ഡിസൈൻ ആണ്. ഒന്നാമത്തേത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ദ ബ്ലൂ പ്രിന്റ് ഫോർ ഹൗ എ സ്റ്റഡി വിൽ ബി കണ്ടക്റ്റഡ്. ഒരു പഠനം എങ്ങനെയാണ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈൻ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു റഫ് കോപ്പി തന്നെയാണ്, ഒരു ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയാം. ആക്ച്വലി ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് പോലെയാണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് റിസർച്ചിന്റെ പോപ്പുലേഷൻ ആണ്. നമ്മൾ ഏത് മേഖലയിലുള്ള ആളുകളെയാണ് ഈ റിസർച്ചിന് വേണ്ടിയിട്ട് സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റിൽ സ്കൂളിലെ കുട്ടികൾ, അപ്പൊ നമ്മൾ ആ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇനി ചിലപ്പോൾ സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടുള്ള പഠനമായിരിക്കും, അതല്ലെങ്കിൽ യങ് ആയിട്ടുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ള പഠനമായിരിക്കും, അല്ലെങ്കിൽ 45+ സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വയോജനങ്ങളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സാമ്പിൾ ആയിട്ട് എടുക്കുന്ന പോപ്പുലേഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യണം. ദെൻ സാമ്പിൾ സൈസും ടെക്നിക്കും നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യണം. സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പോപ്പുലേഷൻ മാത്രമാണ് അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന്
നമ്മൾ ഒരു കുടുംബത്തിനകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതില് നമ്മൾ എടുക്കുന്നത് ഒരു 45-നും 25-നും ഇടയിൽ അല്ലെങ്കിൽ 20-നും ഇടയിലുള്ള സ്ത്രീകളെ കുറിച്ചാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന ഇഷ്യൂസ് ആണ് ഈ ഗാർഹിക പീഡനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള അത്തരം വിഷയങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആണെങ്കിൽ നമ്മൾ അതിലെടുക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് 20 to 45 ഉള്ള ലേഡീസിനെയാണ്. എന്നാൽ ഇനി അതിൽ നമ്മൾ എത്ര സ്ത്രീകളെ എടുക്കണം? ഒരു 100 കുടുംബങ്ങളിൽ നിന്നുള്ള 100 സ്ത്രീകളെയാണ് നമ്മൾ സാമ്പിളായി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ സൈസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ആ പോപ്പുലേഷന്റെ സൈസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സാമ്പിൾ സൈസ്. പിന്നെ ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഇപ്പോ നമ്മളൊരു ഇന്റർവ്യൂ മെത്തേഡിൽ നേരിട്ട് സ്ത്രീകളെ പോയി കണ്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ഇത് ഉത്തരവെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇന്റർവ്യൂ മെത്തേഡ്, അതാണ് ടെക്നിക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ടെക്നിക്കാണ് അതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ. ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെല്ലാം മെത്തേഡില് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ദെൻ മെഷേഴ്സ് ആണ്. മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് വേരിയബിൾ ആൻഡ് സ്കെയിൽ യൂസ്ഡ് ഫോർ ഈച്ച്. നമ്മൾ എന്ത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്, എന്ത് രീതിയിലുള്ള മെഷർമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു റിസർച്ചിന് വേണ്ടി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി ആണ്. സമ്മറി എന്ന് പറയുമ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ മേജർ ഫോക്കസ് ആണ് സമ്മറി എന്ന് പറയുന്നത്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്. കാരണം നമുക്ക് ഇതിന്റെ ഒരു രത്ന ചുരുക്കം റിസൾട്ട് ഇന്നതാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഒരു മേജർ സപ്പോർട്ടിങ് എവിഡൻസസ് ഒക്കെ നമ്മൾ ഈ ഒരു സമ്മറിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ ക്ലോസിങ് അതിലുണ്ടാകും. ഈ റിസർച്ച് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടാകും. അതിന്റെ കൺക്ലൂഷനും അതില് ഉൾപ്പെടും. ഇനി കൺക്ലൂഷൻ മാത്രം പോരാ, നമുക്ക് ചില റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം കുട്ടികളുടെ ലഹരി ഉപഭോഗം തന്നെ എടുക്കാം. അതാണെങ്കിൽ നമുക്ക് ചില റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കും. എന്താണ്? കുട്ടികൾക്കിടയിൽ ലഹരി ഉപഭോഗം ഉണ്ട്, അത് കൂടിയ തോതിലാണ് എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പൊ അത് നമ്മുടെ സമ്മറിയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചില റെക്കമെൻഡേഷൻസ് ഉണ്ട്. കുട്ടികൾക്കിടയിൽ മിഠായി വാങ്ങുന്ന ഹാബിറ്റ് ഉള്ളത് കൊണ്ട് അതിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ ലഹരി അവൈലബിൾ ആകുന്നത് എന്നതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പണം കിട്ടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. മിഠായി മേടിക്കാനൊക്കെ വീട്ടിൽ നിന്ന് പണം കൊടുത്തു വിടുന്ന ആ ഒരു ഹാബിറ്റ് പാരന്റ്സ് ഒഴിവാക്കണം എന്നുള്ള ഒരു ഫൈൻഡിങ്സ്, അതൊരു റെക്കമെൻഡേഷൻ നമുക്കുണ്ട്. ഇനി അതുപോലെ തന്നെ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുത്ത് അവരുടെ ഇൻട്രസ്റ്റും അവരുടെ അതുപോലെ തന്നെ കൂടുതൽ കളിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ മൈൻഡിനെ എന്ന് റിഫ്രഷ് ആക്കി വെക്കുക എന്ന റെക്കമെൻഡേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള നമ്മളുടേതായിട്ടുള്ള റെക്കമെൻഡേഷൻസ് സമ്മറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ സിനോപ്സിസും അതുപോലെ എക്സിക്യൂട്ടീവ് സമ്മറി എന്നതുകൊണ്ട് എന്ന ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം. താങ്ക് യു.